ഒരു മനുഷ്യൻ ചെയ്യുമ്പോൾ അവന് ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ടല്ലോ, ഏകദേശം അവിടെ രേഖപ്പെടുത്തുന്ന 2 മലക്കുകളുടെ കാര്യം പറഞ്ഞു, സംരക്ഷകരായിട്ട് മുന്നിലും പിന്നിലുള്ള മലക്കുകളുടെ കാര്യം പറഞ്ഞു, അങ്ങനെ അതുപോലെ പിന്നെ കരീനായിട്ട് വേറെ മലക്ക്, 5ഓളം മലക്കുകൾ ഒരു മനുഷ്യന്റെ ഒപ്പം ഉണ്ടാവും. 5ഓളം മലക്കുകൾ ഒരു മനുഷ്യന്റെ ഒപ്പം ഉണ്ടാവും. ആ മലക്കുകൾ അവർ മാന്യന്മാരാണ്. ഇവൻ എന്തെങ്കിലും മെച്ചമായ തിന്മ ചെയ്യുന്ന സമയത്ത് പാപങ്ങൾ ചെയ്യും തോറും ഈ മലക്കുകൾ ഇവരിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കും. കാരണം അവർ മാന്യന്മാരാണ്. അവർക്ക് ഇതുപോലെയുള്ള മെച്ചമായ പ്രവർത്തനങ്ങൾ കണ്ടു നിൽക്കാനോ അതുപോലെയുള്ള കാര്യങ്ങളോ സാധിക്കില്ല. അവർ അവനിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥയുണ്ടാവും. അതേസമയം പാപം ചെയ്യും തോറും അവന്റെ കരീനായിട്ടുള്ള പിശാച് ജിന്നുവർഗത്തിൽപ്പെട്ടവൻ കൂടുതൽ അവന്റെ മേലെ സ്വാധീനം ചെലുത്തും. അപ്പൊ ഇവിടെ പറയുന്നത് ആ മലക്കുകൾ മാന്യന്മാരായിട്ടുള്ള മലക്കുകൾക്ക് രേഖപ്പെടുത്താൻ മേച്ചത തോന്നുന്ന കർമ്മങ്ങളിൽ നിന്ന് ഒഴിവാവുക എന്നുള്ളതാണ്, അവരോട് ലജ്ജ കാണിക്കുക എന്നുള്ളത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. സത്യവിശ്വാസികളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുള്ളയുടെ കിതാബ് ഉസൂലുൽ ഈമാൻ ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ദർസിൽ നമ്മളിപ്പോൾ നോക്കുന്ന ബാബ് മലായിക്കത്തുകളിലുള്ള വിശ്വാസം, ദിക്റുൽ മലായിക്കത്തി അലൈഹിം അസ്സലാം വൽ ഈമാൻ ബിഹിം, മലായിക്കത്തുകളെ ഉള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട ബാബില് കഴിഞ്ഞ ദർസിൽ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സിഫത്തുകൾ നമ്മൾ പറഞ്ഞു. അതുപോലെ ഇസ്രാഫീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം എന്നിവരെ പറഞ്ഞു. അതിനുശേഷം ഓരോ ജോലികൾ ഏൽപ്പിക്കപ്പെട്ട രീതിയിൽ മലക്കുകൾ ഒരുപാട് ഇനങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അതിൽ അർശിനെ വഹിക്കുന്നവരുണ്ട്, ആകാശത്ത് എപ്പോഴും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ സ്വർഗാവകാശികൾക്ക് വേണ്ടി അവിടെ കാര്യങ്ങൾ ഒരുക്കാൻ നിയോഗിക്കപ്പെട്ട മലക്കുകളുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ഷെയ്ഖ് പറയുകയാണ്, വമിൻഹും, മലക്കുകളിലുണ്ട്, അൽ മുവക്കലൂന ബിന്നാർ, നരകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവർ. അഅദന അല്ലാഹു മിൻഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിൽ നിന്ന് രക്ഷിക്കട്ടെ, അതിൽ രക്ഷ ചോദിക്കും. വഹുമു സബാനിയ, അവരാണ് അസ്സബാനിയ എന്ന് പറയുന്നത്, അഥവാ നരകത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കുകളാണ് എന്ന് പറയുന്നത് അസ്സബാനിയ എന്ന് പറയുന്നത്. നമുക്ക് സൂറത്തുൽ അലഖിൽ എല്ലാം കാണാം. വമുഖദ്ദിമുഹും 19, അവര് പ്രധാനമായിട്ട് ഒരു എണ്ണം 19 എന്നാണ്. അത് ആയത്ത് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. 19 മലക്കുകളാണ്. വഖാസിനുഹ മാലിക്, നരകത്തിന്റെ കാവൽക്കാരൻ ആരാണ്? മാലിക് എന്ന് പേരുള്ള മലക്കാണ്. വഹു മുഖദ്ദമുൻ അലൽ ഖസന, അതിന്റെ കാവലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കാണ് മാലിക്. വഹുൽ മദ്കൂറൂന ഫീ ഖൗലിഹി തആല, നീ പറഞ്ഞതൊക്കെ പറഞ്ഞിട്ടുള്ള ആയത്തുകൾ ഷെയ്ഖ് കൊടുക്കുകയാണ്. സൂറത്തുൽ ഗാഫിറിലെ 49-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖാല അല്ലദീന ഫിന്നാരി ലിഖസനതി ജഹന്നം ഉദ്ഉ റബ്ബക്കും യുഖഫിഫ് അന്നാ യൗമൻ മിനൽ അദാബ്. വഖാല അല്ലദീന ഫിന്നാർ, നരകാവകാശികളായിട്ടുള്ള ആളുകൾ, നാളെ പരലോകത്ത് നരകത്തിൽ ശിക്ഷ അനുഭവിക്കുന്ന, അവര് ചെയ്ത കർമ്മങ്ങൾക്കനുസൃതമായി ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾ, അവര് ലിഖസനത്തി ജഹന്നം, നരകത്തിന്റെ കാവൽക്കാരായിട്ടുള്ള മലക്കുകളോട് അവര് പറയും, ഉദ്ഉ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോടൊന്ന് പറയണം, അല്ലെങ്കിൽ റബ്ബിനോടൊന്ന് ആവശ്യപ്പെടണം, തേടണം, യുഖഫിഫ് അന്നാ യൗമൻ മിനൽ അദാബ്, ഒരു ദിവസമെങ്കിലും ഞങ്ങളുടെ ശിക്ഷ ഒന്ന് കുറച്ചു തരാൻ, ഒരു ദിവസമെങ്കിലും ഞങ്ങളുടെ ശിക്ഷ ഒന്ന് കുറച്ചു തരാൻ. നാളെ പരലോകത്ത് നരകത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസം കഴിയുന്തോറും എന്താ ഉണ്ടാവുക? ശിക്ഷ കഠിനമായിക്കൊണ്ടേയിരിക്കും. സാധാരണഗതിയിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടാവുമ്പോൾ എന്താ ഉണ്ടാവുക? അത് കുറഞ്ഞിട്ടാ വരിക. നരകത്തിൽ എങ്ങനെ ഉണ്ടാവുക? ഓരോ ദിവസം കഴിയുന്തോറും ശിക്ഷ കൂടിക്കൂടി വരും.
കുറെ കാലമായി ശിക്ഷ അനുഭവിക്കണം. അപ്പൊ കുറച്ച് ഇളവ്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലും ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക? അപ്പൊ ആദ്യം ഉണ്ടാവുന്ന ശിക്ഷ കുറവായിട്ടാ പിന്നെ കൊടുക്കുക. നരകത്തിൽ അങ്ങനെയല്ല, ശിക്ഷ ഓരോ ദിവസവും കൂടി വരും. അതുപോലെ തന്നെ സ്വർഗത്തിൽ സുഖസൗകര്യങ്ങളും ആസ്വാദനങ്ങളും എന്താവും? ഓരോ ദിവസം കഴിയുന്തോറും കൂടി വരും. ആസ്വാദനങ്ങൾ കൂടി വരും. കുറയുന്ന ഒരു കാര്യം അവിടെ ഇല്ല. അപ്പൊ ഈ നരകത്തിലെ ശിക്ഷ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോ അവര് കാവൽക്കാരോട് പറയാണ്, ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ഒന്ന് റബ്ബിനോട് ആവശ്യപ്പെടണം, നമുക്ക് ശിക്ഷ ഒന്ന് കുറച്ച് തരാൻ. അതുപോലെ മറ്റൊരായത്ത് സൂറത്ത് സുഹ്റുഫിലെ 77-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, وقال تعالى ونادوا يا مالك ليقضي علينا ربك قال إنكم ماكثون. നരകാവകാശികള് നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന മലക്കിനോട് പറയും, ഞങ്ങളുടെ മേലൊരു വിധി നടപ്പിലാക്കാൻ. അഥവാ നരകത്തിൽ എന്താ അവസ്ഥ? മരണം ഉണ്ടാവോ? ഇല്ല. നീ എന്തെങ്കിലും ഒരു ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോ വീണ്ടും പഴയ പോലെ, തൊലി കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെയാവും. അല്ലെങ്കിൽ തല പൊളിയുന്ന ശിക്ഷയാണെങ്കിൽ വീണ്ടും തല പഴയ പോലെയാവും. ശിക്ഷ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോ ഒരു തീരുമാനത്തിലെത്തിക്കാൻ, ഇതൊന്ന് അവസാനിപ്പിച്ചിട്ട് ഒന്നുകിൽ അവസാനിപ്പിക്കുക, ആ രീതിയിൽ ഒന്ന് പറയാൻ. അപ്പോ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് പറയും, ഇന്നക്കും മാകിസൂൻ, നിങ്ങൾ എന്താണ് ഈ അവസ്ഥയിൽ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് മരണം ഉണ്ടാവില്ല. ഒന്ന് മരിപ്പിച്ചു തരാനായി ആവശ്യപ്പെടുന്നത്. മരണമല്ല ഇപ്പൊ ഉണ്ടാവുള്ളൂ. എന്നാ അപ്പൊ എന്താ പറയുന്നത്? നിങ്ങൾക്ക് മരണമല്ല, നിങ്ങൾ ഇതേ അവസ്ഥയിൽ തന്നെയാണ് കലാകാലം ഉണ്ടാവുക. നഊദു ബില്ലാഹ്. സൂറത്തു തഹ്രീമിലെ 6-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശദീദുൻ ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. നരകത്തിന്റെ ശിക്ഷയുടെ ഭയാനകത പറഞ്ഞിട്ട്, മനുഷ്യരും കല്ലാണ് അവിടെ കത്തിക്കപ്പെടുന്നതെന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവിടെ മലക്കുകളുണ്ട്. നരകത്തിന്റെ കാവൽക്കാരായിട്ടുള്ള മലക്കുകളുണ്ട്. ഗിലാദുൻ ശിദാദുൻ, നല്ല പരുഷ സ്വഭാവമായിട്ടുള്ള, കണ്ടാൽ ഭയപ്പെടുന്ന അത്ര ഗൗരവക്കാരായിട്ടുള്ള മലക്കുകളുണ്ട്. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ഒരു കാര്യവും അവർ ധിക്കരിക്കില്ല, അല്ലെങ്കിൽ അതിനെതിരായി അവർ പ്രവർത്തിക്കില്ല. അല്ലാഹു തആല കൽപ്പിച്ചവർ അതേപോലെ പ്രവർത്തിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ സൂറത്തുൽ മുദ്ദസിറിലെ 30-31 ആയത്തുകൾ ശൈഖ് കൊടുക്കാൻ, വഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, അലൈഹ 19, അഥവാ നരകത്തിന്റെ കാവൽക്കാരായിട്ടുള്ള ജബാനിയ എന്ന് പറഞ്ഞല്ലോ, അവർ 19 പേരാണെന്ന് പറഞ്ഞു. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, വമാ ജഅൽനാ അസ്ഹാബൻ നാരി ഇല്ലാ മലായികതൻ വമാ ജഅൽനാ ഇദ്ദതഹും ഇല്ലാ ഫിത്നതൻ ലില്ലദീന കഫറൂ. നാം ഈ നരകത്തിന്റെ കാവൽക്കാരായിട്ട് മലായിക്ക അല്ലാതെ ആക്കിയിട്ടില്ല. അതുപോലെ തന്നെ അതിന്റെ എണ്ണം 19 എന്നുള്ളത് ഈ കുഫാറുകൾക്ക് ഒരു ഫിത്ന, ഒരു പരീക്ഷണമായിക്കൊണ്ടും, അതുപോലെ തന്നെ വേദനന്ദം നൽകപ്പെട്ടവർക്ക് മുഅ്മിനീങ്ങൾക്കും ദൃഢനിശ്ചയം വരാനും ഈമാ വിശ്വാസം വർദ്ധിക്കാനും, മുഅ്മിനീങ്ങൾക്ക് ഈമാ വർദ്ധിക്കാനും വേണ്ടിയിട്ടാണ്. അതായത് ഈ 19 പേരുടെ എണ്ണം എന്താണ്? ഒരു കുറവാണ്. നരകത്തിന്റെ ബാക്കിയുള്ള വിശേഷണങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വ്യാപ്തിയും ആഴവും ശിക്ഷയും എല്ലാം നരകത്തിനുണ്ട് എന്ന്. എന്നിട്ടും 19 ആളേ ഉള്ളൂ എന്നുള്ള നിലക്ക് ഒരു സംശയം, കൽബ് രോഗമുള്ളവർക്കൊരു സംശയം ഉണ്ടാക്കുന്ന അവസ്ഥ, അതിൽ ആ രീതിയിൽ ഒരു പരീക്ഷണമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണം നിശ്ചയിച്ചതെന്നാണ്. ആ മലക്കുകളുടെ രൂപവും ശക്തിയും ഒക്കെ അത്ര വലുതായിരിക്കും, അവർ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പൊ ചുരുക്കത്തിൽ ഈ ആയത്തുകൾ ശൈഖ് കൊടുത്തത്, നരകത്തിന്റെ കാവൽക്കാരായിട്ട് മലക്കുകളുണ്ട്. ആ മലക്കുകൾ പരുഷ സ്വഭാവക്കാരാണ്. അതിന്റെ കാവൽക്കാരൻ മാലിക് എന്നാണ് ആ മലക്കിന്റെ പേര്. നരകാവകാശികൾ മലക്കുകളോട് അള്ളാഹുവിനോട് പറയാൻ, പ്രാർത്ഥിക്കാൻ, തേടാൻ ആവശ്യപ്പെടും, ഞങ്ങൾക്ക് ഒന്ന് ശിക്ഷ കുറച്ചു തരാൻ, അല്ലെങ്കിൽ ഞങ്ങളൊന്ന് മരിപ്പിച്ച് ഈ കാര്യം ഒന്ന് തീരുമാനാക്കി തരാൻ. പക്ഷെ മലക്കുകൾ അവരെ തിരിച്ച് മറുപടി പറയാൻ, നിങ്ങൾ ഇവിടെ തന്നെ കിടക്കേണ്ടവരാണ് എന്നുള്ള നിലക്കായിരിക്കും. അപ്പോ നരകത്തിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ച മലക്കുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ശൈഖ് പറയാൻ, മിൻഹും, ആ മലക്കുകളിൽ പെട്ട വിഭാഗങ്ങളുണ്ട്. അൽ മുവക്കലൂന ബിഹിഫ്ളി ബനി ആദമ, മനുഷ്യനെ സംരക്ഷിക്കാനായിട്ട് ഏൽപ്പിക്കപ്പെട്ടുള്ള മലക്കുകളുണ്ട്. മനുഷ്യന് സംരക്ഷണം നൽകാനായിട്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്. കമാ ഖാല തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, ലഹു മുഅഖിബാതും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ്. സൂറത്തുർ റഅദിലെ 11-ാമത്തെ ആയത്താണ്. സൂറത്തുർ റഅദിലെ 11-ാമത്തെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്,
ലഹു മുഅഖിബാതും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ്. മനുഷ്യരുടെ മുന്നിലും പിന്നിലുമായിട്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവരെ സംരക്ഷിക്കാനായി തുടരെ തുടരെ വരുന്ന അല്ലെങ്കിൽ ആ ജോലി ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കുകളുണ്ട്. മനുഷ്യന് ദോഷം ചെയ്യുന്ന പല കാര്യത്തൊന്നും സംരക്ഷിക്കാനായിട്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മലായികത്തുൻ യഹ്ഫദൂനഹു മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി ഫഇദാ ജാഅ അംറുല്ലാഹ് ഖല്ലൗ അൻഹു. ഒരു മനുഷ്യനെ സംരക്ഷിക്കാൻ വേണ്ടി മലക്കുകൾ ഉണ്ടാവും. അവന്റെ മുന്നിലും പിന്നിലുമായിട്ട് മലക്കുകൾ ഉണ്ടാവും. ആ മലക്കുകൾ അവനെ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു തീരുമാനം വന്നാൽ, കൽപ്പന വന്നാൽ അവരതിൽ നിന്നുണ്ടാവും, ഒഴിവാകും. ശൈഖ് ഇത് ഒന്നുകൂടി നല്ല രീതിയിൽ മുജാഹിദ് റഹിമഹുല്ലാ വിശദീകരിച്ചത് പറയാണ്. വഖാല മുജാഹിദുൻ മാ മിൻ അബ്ദിൻ ഇല്ലാ വമലകുൻ മുവക്കലുൻ ബിഹിഫ്ളിഹി ഫി നൗമിഹി വയഖ്വതിഹി മിനൽ ജിന്നി വൽ ഇൻസി വൽ ഹവാം. ഒരു അടിമയുമില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിക്കപ്പെട്ട, അതായത് ഒരു മലക്ക് ഇല്ലാതെ അവനെ സംരക്ഷിക്കാൻ, അവന്റെ ഉറക്കത്തിലാവട്ടെ അവന്റെ ഉണർച്ചയിലാവട്ടെ, ജിന്നിൽ നിന്നും മനുഷ്യന്മാരിൽ നിന്നും അല്ലാതെയുള്ള ജന്തുജീവികളിൽ നിന്നെല്ലാം സംരക്ഷിക്കാനായിട്ട് മലക്കുകൾ, ഹഫവത്തിന്റെ മലക്കുകൾ ഇല്ലാതെ ഒരു മനുഷ്യനുമില്ല. ഫമാ മിൻഹും ശൈഉൻ യഅതീഹി യുരീദുഹു ഇല്ലാ ഖാല ലഹു. ഇനി ആരെങ്കിലും ഇവരെന്തെങ്കിലും ഒരു ഉപദ്രവം വരുത്താന്, ഈ മനുഷ്യനെ ഉപദ്രവം വരുത്താൻ വേണ്ടി വരികയാണ്, ജന്തുജീവികളോ ജിന്നോ എന്തോ ആവട്ടെ, അതിനെന്തെങ്കിലും ഒരു ഉപദ്രവം വരികയാണെങ്കിൽ വറാഅക, അവര് പറയും, ഈ മലക്കുകളോട് പറയും, വറാഅക ഇല്ലാ ശൈഉൻ യഅ്ദനുല്ലാഹു തആല ഫീഹി ഫയുസീബുഹു. നിന്റെ പിന്നിലുള്ള ഈ മനുഷ്യൻ, അവനെ ഈ കാര്യം ബാധിക്കാൻ, എന്താണോ വരുന്നത് അത് ബാധിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം കൊടുത്തിട്ടുണ്ട്. അഥവാ അല്ലാഹു തആല തീരുമാനിച്ചതാണ്, അല്ലാഹു തആലയുടെ തീരുമാനമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്തുണ്ടാവും? അതവരെ ബാധിക്കും. അതല്ലാതെ സംരക്ഷണത്തിനായിട്ട് എപ്പോഴും മലക്കുകൾ ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തീരുമാനം വന്നാൽ അത് ഈ മലക്കുകൾ മാറിക്കൊടുക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ സംരക്ഷണത്തിനായിട്ട് മുന്നിലും പിന്നിലുമായിട്ട് മലക്കുകളെ നിയോഗിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഒരു ഖദർ, അള്ളാഹു മുൻകൂട്ടി തീരുമാനിച്ച ഒരു കാര്യം അത് വരുമ്പോഴല്ലാതെ എല്ലാ വിഷയത്തിലും അവർ മനുഷ്യരെ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് വേറെയും ഒരുപാട് കാര്യങ്ങൾ കാണാം. രാത്രിയാവണ റസൂല് പാരായണം ചെയ്യുന്നവര്, അവർക്കുള്ള സംരക്ഷണം, അതുപോലെ വേറെ പല ഘട്ടങ്ങളിലും മലക്കുകൾ സംരക്ഷകരായിട്ട് മനുഷ്യർക്ക് ഉണ്ടാകും. അപ്പൊ അതാണ് ഇവിടെ ശൈഖ് പറയുന്നത്, ചില മലക്കുകൾ ഈ ജോലി ഏൽപ്പിക്കപ്പെട്ടവരുണ്ട്. എന്നിട്ട് പറയാണോ മിൻഹും, മലക്കുകളുടെ കൂട്ടത്തിലുണ്ട് അൽ മുവക്കലൂന ബിഹിഫ്ളി അഅ്മാലിൽ ഇബാദ്, അടിമകളുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്താൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കുകളുണ്ട്. കമാ ഖാല തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, ഇദ് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിശ് ശിമാലി ഖഈദ് മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. അവരുടെ വലതും ഇടതുമായിട്ട് അവര് പറയുന്ന എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്താൻ, നോക്കി വീക്ഷിച്ച് രേഖപ്പെടുത്തുന്ന മലക്കുകളുണ്ട്. അവരത് രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ അല്ലാഹു തആല സൂറത്തുൽ ഇൻഫിതാറിൽ പറഞ്ഞു, വഇന്ന അലൈക്കും ലഹാഫിദീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ. നിങ്ങളുടെ മേലെ ഹാഫിളീങ്ങളുണ്ട്, അഥവാ ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തി സൂക്ഷിച്ചു വെക്കുന്ന മലക്കുകളുണ്ട്. കിറാമൻ കാതിബീൻ, മാന്യന്മാരായിട്ടുള്ള എഴുത്തുകാരാണ് അവർ. യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി അറിയുന്നവരാണ് അവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക. ശൈഖ് അതിനുശേഷം കൊടുക്കുന്ന ഹദീസ്, റവാൽ ബസ്സാർ عن ابن عباس رضي الله عنهما قال قال رسول الله صلى الله عليه وسلم. ഈ കിതാബിലെ 70ാമത്തെ ഹദീസാണ്. إن الله ينهاكم عن التعذي. അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ചിട്ടുണ്ട് നഗ്നനാവുക എന്നത്. അതായത് ഒരു വസ്ത്രവുമില്ലാതെ നഗ്നനായിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ചിട്ടുണ്ട്. ഫസ്തഹ്യൂ മിൻ മലായികത്തില്ലാഹ് അല്ലദീന മഅകും അൽ കിറാമിൽ കാതിബീൻ. നിങ്ങൾ ലജ്ജ കാണിക്കുക അല്ലാഹുവിന്റെ മലക്കുകളുടെ മുമ്പിൽ. എങ്ങനെയുള്ളവർ? അല്ലദീന മഅകും അൽ കിറാമിൽ കാതിബീൻ, നിങ്ങളോടൊപ്പമുള്ള മാന്യന്മാരായിട്ടുള്ള എഴുത്തുകാരായിട്ടുള്ളവരിൽ നിന്ന്.
الذين لا يفارقونكم إلا عند إحدى ثلاث حالات. മൂന്നവസ്ഥകളിലല്ലാതെ നിങ്ങളെ വിട്ടിട്ട് അവർ നിൽക്കില്ല. മൂന്നവസ്ഥയിലല്ലാതെ നിങ്ങളെ വിട്ടിട്ട് അവർ നിൽക്കില്ല. അൽ ഗായിത്ത്, ഒന്ന് കാഷ്ടിക്കുമ്പോ അല്ലെങ്കിൽ മലമൂത്ര വിസർജനം നടത്തുന്ന ആ സന്ദർഭത്തിൽ. വൽ ജനാബ, ജനാബത്ത് ആകുന്ന സന്ദർഭത്തിൽ. വൽ ഗുസ്ൽ, കുളിക്കുന്ന സന്ദർഭത്തിൽ. فإذا اغتسل أحدكم بالعراء فليستتر بثوبه أو بجذم حائط أو بغيره. നിങ്ങളിൽ ഒരാൾ കുളിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ നഗ്നത മറക്കണം. ഒന്നുകിൽ വസ്ത്രം കൊണ്ട്, അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഉദ്ദേശിക്കുന്നത് മതിലുണ്ടാവുമല്ലോ, ചുമര്, ടോയ്ലറ്റിന്റെ ആ ഒരു രീതിയിലുള്ള ഇതുകൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് മറ്റുള്ളവർ കാണാത്ത രീതിയിൽ നഗ്നത മറക്കുന്ന അവസ്ഥയിലാണ് എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ കുളിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അഥവാ ഈ നഗ്നത വെളിവാകുന്ന 3 സന്ദർഭങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ആ സന്ദർഭങ്ങളിൽ ഈ മലക്കുകൾ എന്ന് പറഞ്ഞാൽ മാന്യന്മാരാണ്, മാന്യതയുള്ളവരാണ്. അവര് നമ്മളിൽ നിന്ന് മാറി നിൽക്കുന്ന, അഥവാ രേഖപ്പെടുത്തുന്നത് പൂർണ്ണമായി മാറി നിൽക്കലല്ല, ഈ മനുഷ്യന്റെ നഗ്നതയിൽ നിന്ന് ഒഴിവാകുന്ന അവസ്ഥയിൽ മലക്കുകൾ നിൽക്കും. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ചിട്ടുണ്ട് ഒരു വസ്ത്രവുമില്ലാതെ നടക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ ഇരിക്കുന്ന അങ്ങനത്തെ ഒരു അവസ്ഥ ഒരു മുസ്ലിമിന് ഉണ്ടാവാൻ പാടില്ല. അവന്റെ ഒരു വസ്ത്രത്തിന്റെ മറയിലാണ് അവൻ ജീവിക്കേണ്ടത്. ചില ആളുകൾക്ക് ഒരു ലജ്ജ ഉണ്ടാവൂല, അങ്ങനെ ആവാൻ പാടില്ല. ആ ഒരു വസ്ത്രം കൊണ്ട് മറക്കുന്ന അവസ്ഥയിലാണ് ഉണ്ടാവേണ്ടത് എന്ന് മനസ്സിലാക്കാം. അതിനുശേഷം ഷെയ്ഖ് കൊടുക്കാണ് ഖാല അൽ ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ്, ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വമഅന ഇക്റാമിഹിം, അവരെ ആദരിക്കണം അഥവാ ഈ മലക്കുകളെ ആദരിക്കണം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അയ്യസ്തഹി മിൻഹും ഫലാ യുംലി അലൈഹിം ഇല്ല അമാൽ ഖബീഹ അല്ലതി യക്തുബൂനഹാ, അവരോട് ലജ്ജയുള്ളവരാകണം. ലജ്ജയുള്ളവരാകണം എന്ന് പറഞ്ഞാൽ അവർക്ക് രേഖപ്പെടുത്താൻ ഒരു ഇട കൊടുക്കരുത് മ്ലേച്ഛമായ കർമ്മങ്ങൾ, മ്ലേച്ഛമായ പ്രവർത്തനങ്ങൾ അവരെ കൊണ്ട് രേഖപ്പെടുത്തുന്ന ഒരവസ്ഥയിൽ നിങ്ങൾ ആവരുത്. അതാണ് അവരോട് കാണിക്കേണ്ട ലജ്ജ എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അദ്ദാഉ വദ്ദവാ എന്ന കിതാബിൽ പറഞ്ഞത് കാണാം. ഒരു പാപം ഒരു മനുഷ്യൻ ചെയ്യുമ്പോ അവന് ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ടല്ലോ, ഏകദേശം അവിടെ രേഖപ്പെടുത്തുന്ന 2 മലക്കുകളുടെ കാര്യം പറഞ്ഞു, സംരക്ഷകരായിട്ട് മുന്നിലും പിന്നിലുള്ള മലക്കുകളുടെ കാര്യം പറഞ്ഞു, അങ്ങനെ അതുപോലെ പിന്നെ കരീനായിട്ട് വേറെ മലക്ക്, 5ഓളം മലക്കുകൾ ഒരു മനുഷ്യന്റെ ഒപ്പം ഉണ്ടാവും. 5ഓളം മലക്കുകൾ ഒരു മനുഷ്യന്റെ ഒപ്പം ഉണ്ടാവും. ആ മലക്കുകൾ അവര് മാന്യന്മാരാണ്. ഇവൻ എന്തെങ്കിലും മെച്ചമായ തിന്മ ചെയ്യുന്ന സമയത്ത് പാപങ്ങൾ ചെയ്യും തോറും ഈ മലക്കുകൾ ഇവരിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കും. കാരണം അവര് മാന്യന്മാരാണ്. അവർക്ക് ഇതുപോലെയുള്ള മ്ലേച്ഛമായ പ്രവർത്തനങ്ങൾ കണ്ടു നിൽക്കാനോ അതുപോലെയുള്ള കാര്യങ്ങളോ സാധിക്കില്ല. അവനിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥയുണ്ടാവും. അതേസമയം പാപം ചെയ്യും തോറും അവന്റെ കരീനായിട്ടുള്ള പിശാച് ജിന്നുവർഗത്തിൽപ്പെട്ടവൻ കൂടുതൽ അവന്റെ മേലെ സ്വാധീനം ചെലുത്തും. അപ്പൊ ഇവിടെ പറയുന്നത് ആ മലക്കുകൾ, മാന്യന്മാരായിട്ടുള്ള മലക്കുകൾക്ക് രേഖപ്പെടുത്താൻ മ്ലേച്ഛത തോന്നുന്ന കർമ്മങ്ങളിൽ നിന്ന് ഒഴിവാവുക എന്നുള്ളതാണ്, അവരോട് ലജ്ജ കാണിക്കുക എന്നുള്ളത്. എന്നിട്ട് ഷെയ്ഖ് പറയാണ്, ഇബ്നു കസീർ റഹിമഹുള്ളാഹിയുടെ ഇബാറത്ത് കൊടുക്കുകയാണ്, فإن الله خلقهم كراما في خلقهم وأخلاقهم. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സൃഷ്ടിച്ചിട്ടുള്ളത് മാന്യന്മാരായിട്ടാണ്, അവരുടെ സൃഷ്ടിപ്പിലും അവരുടെ സ്വഭാവത്തിലും. ثم قال ما معناه إن من كرمهم أنهم لا يدخلون بيتا فيه كلب. നീ ഇതിന്റെ ഈ ഇക്റാമിന്റെ ആശയത്തിൽ അഥവാ അവരെ ആദരിക്കണം എന്നുള്ള ഈ ആശയത്തിൽ തന്നെ പെട്ടതാണ്, മനസ്സിലാക്കേണ്ട കാര്യമാണ്, അവരുടെ മാന്യതയിൽപ്പെട്ടതാണ് അന്നഹും ലാ യദ്ഖുലൂന ബൈതൻ ഫീഹി കൽബുൻ. ഒരു നായയുള്ള വീട്ടിലേക്ക് മലക്കുകൾ പ്രവേശിക്കില്ല. വീട്ടിൽ നായ ഉണ്ടെങ്കിൽ അവിടെ മലക്കുകൾ പ്രവേശിക്കില്ല. നമുക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരാതിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ ഒരു നായ ഇരുന്ന സന്ദർഭമൊക്കെ അറിയാം. വലാ സൂറത്തുൻ, അതുപോലെ ചിത്രം വരച്ചിട്ടുള്ള ചിത്രം കൊണ്ടുള്ള ആ രീതികളുള്ള ചിത്രം പ്രദർശിപ്പിക്കുന്ന അങ്ങനത്തെ അല്ലെങ്കിൽ വിരിപ്പിലോ അല്ലെങ്കിൽ കർട്ടനിലോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെയോ ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുള്ള അതുപോലുള്ള വീട്ടിൽ ആര് കയറില്ല? മലക്കുകൾ പ്രവേശിക്കില്ല. വലാ ജുനുബുൻ, ജനാബത്തുകാരനായിട്ടുള്ളവർ. ഈ വിഷയത്തിൽ ഉലമാക്കൾ ഒരു പരിചിന്തന ആവശ്യമുണ്ട്, പറയാറുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനാബത്തായിട്ട് കുളിക്കാതെ വുളു എടുത്തു തുടങ്ങിയ ഹദീസുകളെല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ അത് താരതമ്യം ചെയ്ത് വിശാലമായ ചർച്ച വേറെ ഉണ്ട്. പക്ഷെ ഈ ഒരു ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ് ജനാബത്തായിട്ട് ഒരുത്തൻ ജനാബത്തായാൽ പെട്ടെന്ന് ശുദ്ധിയാവണം എന്നുള്ളതാണ്
അടിസ്ഥാനം. അപ്പൊ ജനാബത്തായിട്ട് ഒരാൾ നിൽക്കുന്ന വീട്ടിലേക്ക് പ്രവേശിക്കില്ല. വല തിംസാലുൻ, അതുപോലെ പ്രതിമകൾ, വിഗ്രഹങ്ങളെന്നോ പ്രതിമകളെന്നോ ഉണ്ടാക്കിയ രൂപങ്ങളുണ്ടല്ലോ, അതുള്ള വീട്ടിലേക്ക് മലക്കുകൾ പ്രവേശിക്കില്ല. വല യസ്ഹബൂന റുഫ്ഖതൻ മഅഹും കൽബുൻ ഔ ജറസുൻ, ഇനി ഒരു സംഘം, ഒരു യാത്രാ സംഘമാവട്ടെ, അതുപോലെ ഒരു സംഘം, അവരോടൊപ്പം നായ ഉണ്ടെങ്കിൽ, അതുപോലെ മണി ഉണ്ടെങ്കിൽ, ഇതില്ലേ ജന്തുക്കളിലൊക്കെ കഴുത്തിൽ കെട്ടിക്കൊടുക്കുന്ന അതുപോലത്തെ ആ രീതിയിലുള്ള അതുണ്ടെങ്കിൽ മലക്കുകൾ അവരോടൊപ്പം ഉണ്ടാവില്ല. ഇതൊക്കെ ഹദീസിൽ വന്നിട്ടുള്ള വിഷയങ്ങളാണ്. ഇങ്ങനെയുള്ള ഓരോ കാര്യത്തിനോടൊപ്പം മലക്കുകൾ ഉണ്ടാവില്ല. ഇവിടെ പറയുന്ന വിഷയം, മലക്കുകൾക്കൊരു മാന്യതയുണ്ട്. മലക്കുകളുടെ മുമ്പിൽ ലജ്ജ കാണിക്കേണ്ടതുണ്ട്. അവരോട് അവരുടെ മാന്യത അവർക്ക് കൊടുക്കേണ്ടതുണ്ട്, അവരെ ആദരിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമാണ് അവർ അവരുടെ മുമ്പിൽ നഗ്നത ഒഴിവാക്കുന്ന അവസ്ഥയിൽ വേണം ഒരു മനുഷ്യൻ നിൽക്കുക എന്ന് നമ്മൾ പറഞ്ഞു, കുളിക്കുമ്പോൾ ആ രീതിയിലുള്ളത്. അതുപോലെ തന്നെ അവരെഴുതാൻ ലജ്ജിക്കുന്ന മ്ലേച്ഛമായ പാപങ്ങൾ, തിന്മകൾ ചെയ്യാതിരിക്കുക എന്നത്. അതുപോലെ ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്നോ നമ്മുടെ വേഷത്തിൽ നിന്നോ ഒക്കെ ഒഴിവാക്കുക എന്നുള്ളത്. മലക്കുകൾ അവിടെ വരില്ല എന്നുള്ളത് നമുക്ക് ഓരോരുത്തർ ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം മലക്കുകൾ ഒരുപാട് റഹ്മത്തും അതുപോലെ തന്നെ അടിമകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും നമുക്കുള്ള സംരക്ഷണവും പിശാചിൽ നിന്നും മറ്റുള്ള ജന്തുജീവജാലങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്ന ഹഫ്ളത്തിന്റെ മലക്കുകളാവട്ടെ, ഈ മലക്കുകൾ നമുക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത ഹദീസ് ഷെയ്ഖ് പറയാണ്, وروى مالك والبخاري ومسلم عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال, ബുഖാരി മുസ്ലിം എല്ലാം ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യതആഖബൂന ഫീകും മലായികത്തും ബില്ലൈൽ വമലായികത്തും ബിന്നഹാർ, നിങ്ങളിലേക്ക് മലക്കുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. രാത്രിയുടെ മലക്കുകൾ വരുന്നുണ്ട്, പകലിന്റെ മലക്കുകൾ വരുന്നുണ്ട്, ആൾട്ടർനേറ്റീവ് ആയിട്ട് തുടരെയായിട്ട് വരുന്നുണ്ട്. വയജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്രി വസ്വലാത്തിൽ അസ്ർ, അവർ ഒരുമിച്ച് കൂടുന്നത് എപ്പോഴാണ്? ഫജ്റിന്റെ നമസ്കാരത്തിന്റെ സമയത്തും അസ്റിന്റെ നമസ്കാരത്തിന്റെ സമയത്തും. നമുക്കത് വിശദീകരിക്കാതെ പറഞ്ഞു കഴിഞ്ഞിട്ട്, ثم يعرج إليه الذين باتوا فيكم, നിങ്ങളോടൊപ്പം രാത്രി ഉണ്ടായിരുന്ന മലക്കുകൾ പ്രഭാതമാവുമ്പോൾ അള്ളാഹുവിലേക്ക് ഉയർന്നു പോകും. فيسألهم وهو أعلم, അള്ളാഹുവാണ് ഏറ്റവും നന്നായിട്ട് അറിയുന്നവർ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കും, കൈഫ തറക്തും ഇബാദി, എന്റെ അടിമകളെ നിങ്ങൾ എങ്ങനെയാണ് വിട്ടേച്ചു പോകുന്നത്? ഫയഖൂലൂൻ, അപ്പൊ മലക്കുകൾ പറയും, തറക്നാഹും വഹും യുസല്ലൂൻ വഅതൈനാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ അവരെ വിട്ടേച്ചു പോരുമ്പോ അവര് നമസ്കരിക്കുകയായിരുന്നു, ഞങ്ങൾ അവരിലേക്ക് ചെല്ലുമ്പോൾ എന്താ ഒരു അവസ്ഥ? അവര് നമസ്കരിക്കുകയായിരുന്നു. മറ്റൊരു റിവായത്തിൽ അബൂ ഹുറൈറ പറഞ്ഞു, ഇഖ്റഊ ഇൻ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ പാരായണം ചെയ്യുക സൂറത്തുൽ ഇസ്റായിലെ 78-ാമത്തെ ആയത്ത്, വഖുർആനൽ ഫജ്രി ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ, ഖുർആനുൽ ഫജ്ർ എന്ന് പറഞ്ഞിട്ട് ഫജ്റിലെ ഖുർആൻ സാക്ഷിയാകുന്നതാണ്. ഈ ഹദീസ് മനസ്സിലാക്കേണ്ട ഒരുപാട് പാഠങ്ങൾ നൽകുന്നതാണ്. ഇവിടെ ഈ ഹദീസിന്റെ ആദ്യത്തിൽ തന്നെ പറയുന്നത്, മലക്കുകൾ, രാത്രിയുടെ മലക്കുകളും അതുപോലെ തന്നെ പകലിന്റെ മലക്കുകളും വരുന്നുണ്ട് എന്നുള്ളതാണ് ആദ്യം പറഞ്ഞ വിഷയം. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ ഈ കാര്യങ്ങൾ രേഖപ്പെടുത്താനും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾക്കും വേണ്ടി മലക്കുകളെ ഏൽപ്പിച്ചിട്ടുള്ളത് രണ്ട് സമയങ്ങളിലാണ്. ഒരു കൂട്ടം മലക്കുകൾ, പകലിന്റെ മലക്കുകളുടെ സമയം ഫജ്ർ നമസ്കാരം മുതൽ അസ്ർ നമസ്കാരം വരെയാണ്. രാത്രിയുടെ മലക്കുള്ള സമയം അസ്ർ നമസ്കാരം മുതൽ പിറ്റേ ദിവസത്തെ ഫജ്ർ നമസ്കാരം വരെയാണ്. അപ്പൊ ഈ മലക്കുകൾ ഈ പരസ്പരം മാറിക്കൊണ്ടിരിക്കും. അഥവാ ഫജ്റിന് വന്ന മലക്കുകൾ അസ്റിന് പിന്നെ അള്ളാഹുവിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ വരുമ്പോൾ ആ സമയത്ത് രാത്രിയുടെ മലക്കുകൾ വരും. പിന്നീട് ഫജ്റിന്റെ സമയത്ത് ആ മറ്റേ മലക്കുകൾ വരുമ്പോൾ ഇവര് തിരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലക്കുകൾക്ക് അങ്ങനെയാണ് ജോലി ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്, അങ്ങനെയാണ് ആ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയാണ്, അപ്പൊ ഇവര് ഈ രണ്ടു കൂട്ടം മലക്കുകൾ ഒരുമിക്കുന്ന സമയം എപ്പോഴാണ്? ഫജ്റിന്റെ സമയത്തും അസ്റിന്റെ സമയത്തും. അതുകൊണ്ടാണ് ഈ രണ്ട് നമസ്കാരങ്ങളുടെ ഫൗലായിട്ട് ഒരുപാട് ഹദീസുകൾ കാണാം. ഒരു ഹദീസിൽ കാണാം, ലൻ യലിജന്നാറ മൻ സല്ല ഖബ്ല തുലൂഇ ശംസി വഗുറൂബിഹാ, കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനാണ് എന്റെ ഓർമ്മ. അതായത് നരകത്തിൽ പ്രവേശിക്കുകയില്ല
ഈ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പുള്ള നമസ്കാരങ്ങൾ നമസ്കരിച്ചവൻ. അഥവാ ഏത് നമസ്കാരങ്ങളാണ്? ഫജ്റും അസറും. അതുപോലെ തന്നെ മൻസല്ല ബർദത്തൈൻ, 2 ബർദത്തൈൻ എന്ന ഉദ്ദേശം ഫജ്റും അസറുമാണ്. അതുപോലെ ഈ അസർ നമസ്കാരം ഒഴിവാക്കേണ്ട കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി പോകും എന്നുള്ള ഹദീസുകൾ കാണാം. ഈ 2 നമസ്കാരങ്ങൾ ഒരുപാട് ശ്രേഷ്ഠതയുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? 2 മലക്കുകളും രാത്രിയുടെയും പകലിന്റെയും 2 കൂട്ടം മലക്കുകളും ഒരുമിച്ച് ഹാജരാവുന്ന 2 നമസ്കാരങ്ങളാണ് ഏത്? ഈ ഫജ്ർ നമസ്കാരവും അസർ നമസ്കാരവും. എന്നിട്ട് പറഞ്ഞു ഈ രാത്രി നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ഫജ്റില് അള്ളാഹുവിലേക്ക് ഉയർന്നു പോകുമ്പോൾ അള്ളാഹു തആലയ്ക്ക് ഏറ്റവും നന്നായിട്ട് അറിയാം അടിമയുടെ കർമ്മങ്ങൾ എന്താണെന്നും അടിമ എന്താണ് പ്രവർത്തിക്കുന്നതും എല്ലാം കൃത്യമായി അറിയുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്കാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ചോദിക്കും, കൈഫ തറക്തും ഇബാദി, എന്റെ അടിമകൾ എങ്ങനെയാണ് വിട്ടേച്ചു പോയത്? അപ്പൊ എന്താണ് അവിടെ സംഭവം? അവര് പോകുന്ന സമയത്ത് എന്താണ്? അവര് നമസ്കരിക്കുകയാണ്. അവര് തിരിച്ച് അസറ സമയത്ത് വരുമ്പോഴും അടിമയുള്ള അവസ്ഥ എന്താണ്? അവര് നമസ്കരിക്കുകയാണ്. മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയും, തറക്നാഹും വഹും യുസല്ലൂൻ വഅതൈനാഹും വഹും യുസല്ലൂൻ, നമസ്കരിക്കുന്ന അവസ്ഥയിലായി ഞങ്ങൾ വരുമ്പോഴും പോകുമ്പോഴും. അതാണ് ഈ നമസ്കാരങ്ങളുടെ വലിയ മഹത്വം എന്ന് പറയുന്നത്. അതുപോലെ ഒരു റിവായത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ആയത്ത് പാരായണം ചെയ്യാൻ വഖുർആൻ അൽ ഫജ്രി ഇന്ന ഖുർആൻ അൽ ഫജ്രി കാന മശ്ഹൂദ. ഇവിടെ ഖുർആൻ അൽ ഫജ്ർ എന്നതിന്റെ ഉദ്ദേശം സ്വലാത്തുൽ ഫജ്ർ, ഫജ്ർ നമസ്കാരമാണ്. ആ ഫജ്ർ നമസ്കാരം ഒരു സാക്ഷിയാകുന്നതാണ്. അഥവാ അതിലെ ഖുർആൻ നമസ്കാരം എന്നുള്ളത് തന്നെ ഖുർആൻ പാരായണം ചെയ്യപ്പെടേണ്ടതാണ്. ഖുർആൻ പാരായണം ചെയ്യപ്പെടാത്ത നമസ്കാരം ഉണ്ടോ? ഇല്ല. ഖുർആൻ പാരായണം ചെയ്യാത്ത നമസ്കാരം ഇല്ല. ഫാത്തിഹ നിർബന്ധമായി പാരായണം ചെയ്തിരിക്കണം. അപ്പോ ഇവിടെ പറയുന്നത് ഫജ്റിലുള്ള ഖുർആൻ പാരായണം പ്രത്യേകം സാക്ഷ്യം നിൽക്കുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഫജ്ർ നമസ്കാരത്തിലെ ഖുർആൻ പാരായണം ദൈർഘ്യം കൂടുതലായിരിക്കണം. മുഅ്മിനീങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത, അവർക്ക് നിസ്കരിക്കാൻ പറ്റുന്ന രീതിയിൽ സുദീർഘമായിട്ട് വേണം സുബ്ഹി നമസ്കാരത്തിലെ ഖുർആൻ പാരായണം ചെയ്യാൻ എന്ന് ഉലമാക്കൾ പറയാനുള്ള കാരണം അസ്ർ നമസ്കാരത്തിന് എന്തായാലും എന്തില്ല, ജഹറായിട്ട് ഉറക്കെ ഖുർആൻ പാരായണം ചെയ്യുന്നില്ല. ഫജ്റിന് ഈ 2 മലക്കുകൾ സാക്ഷിയാകുന്ന ഈ സന്ദർഭത്തിൽ ഖുർആൻ ഉറക്കെ പാരായണം ചെയ്യുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോ ഇവിടെ ഇങ്ങനെ മലക്കുകൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത ഷെയ്ഖ് കൊടുക്കുന്ന ഹദീസ് 73-ാമത്തെ ഹദീസ് ഈ കിതാബിലെ വറവാ ഇമാം അഹ്മദ് വമുസ്ലിമുൻ ഹദീസ. ഇമാം അഹ്മദ് മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് കാണാം, മജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ്. ഒരു ജനതയും ഒരു കൂട്ടരും അള്ളാഹുവിന്റെ ഒരു ഭവനത്തിൽ ഏതെങ്കിലും ഒരു ഭവനത്തിൽ ഒരുമിച്ച് കൂടുന്നില്ല. യത്ലൂന കിതാബ് അല്ലാഹ്, ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട്, യതദാറസൂനഹു ബൈനഹും, അവരിടയിൽ അത് പഠിച്ചുകൊണ്ട്, ഇല്ല നസലത് അലൈഹിമുസ് സക്കീന, എന്തില്ലാതെ അവരിൽ സക്കീനത്ത് ഇറങ്ങാതെ. സക്കീനത്ത് എന്ന് പറഞ്ഞാൽ സമാധാനമെന്നോ ശാന്തി എന്നോ ആ അർത്ഥത്തിൽ. വഗശിയത്ഹുമുർ റഹ്മ, കാരുണ്യം കൊണ്ട് അവരെ പൊതിയാതെ. വഹഫത്ഹുമുൽ മലായിക, ആ സദസ്സിൽ മലായികത്തുകൾ ചിറക് താഴ്ത്തിക്കൊണ്ട് അവരോടൊപ്പമില്ലാതെ. വദകറഹുമുല്ലാഹു ഫീമൻ ഇൻദഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പറ്റി അല്ലാഹുവിന്റെ അടുക്കലുള്ള അടുത്ത മലക്കുകളോട് പരാമർശിക്കാതെ. വമൻ ബത്തഅ ബിഹി അമലുഹു ലം യുസ്രി ബിഹി നസബുഹു, ആരെങ്കിലും കർമ്മം കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുന്നത് മെല്ലെയായാൽ മറ്റുള്ള എന്തെങ്കിലും ഒരു മഹിമ കൊണ്ട്, എന്തെങ്കിലും ഒരു ബന്ധം കൊണ്ട് അവൻ അള്ളാഹുവിലേക്ക് മുന്നിടുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. ഇത് പലപ്പോഴും നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഹദീസാണ്. അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു മസ്ജിദില് ദീന് പഠിക്കുന്ന, ഖുർആൻ പഠിക്കുന്ന, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കേൾക്കുന്ന, ചർച്ച ചെയ്യുന്ന ഇതിന്റെ മഹത്വം എന്നുള്ള നിലക്ക് നാം ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഈ ഹദീസ് നമുക്ക് കാണാം, മജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ്, അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ ഏതെങ്കിലും ഒരു ഭവനത്തിൽ ഒരു കൂട്ടർ ഒരുമിച്ച് കൂടുന്നില്ല. ഇവിടെ നമ്മൾ ദീനിനെ കുറിച്ചുള്ള പഠനവും ചർച്ചയും എല്ലാം നടക്കേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ മസ്ജിദാണ്. പല ആളുകളും മസ്ജിദ് ഉണ്ടായിരിക്കെ അപ്പുറത്ത് വേറെ ഏതെങ്കിലും കടകളുടെ ഇടയിൽ പോയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് അള്ളാഹിന്റെ കലാം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഠിപ്പിക്കുന്ന ഒരു അവസ്ഥ എന്ന കാലത്ത് നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. പക്ഷേ ഖുർആൻ പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും ഹദീസുകൾ പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും ദീനിയായിട്ടുള്ള ചർച്ചകൾ, ഇൽമിന്റെ ചർച്ചകൾ നടക്കേണ്ടത് എവിടെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മസ്ജിദുകളാണ്. മസ്ജിദുകൾ അല്ലാഹുവിന്റെ ദിക്റിനുള്ളതാണ്.
ആ മസ്ജിദുകളിലാണ് ഈ പറഞ്ഞ ശ്രേഷ്ഠതകളെല്ലാം ഉള്ളത്. ഇനി വരുന്ന ശ്രേഷ്ഠതകൾ ഉള്ളത് എവിടെയാണ്? മസ്ജിദുകളിലാണ്. ആദ്യം തന്നെ പറഞ്ഞു, ഏതെങ്കിലും ഒരു ഭവനത്തിൽ യത്ലൂന കിതാബ് അല്ലാഹ്, അള്ളാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യുന്ന അവസ്ഥയിൽ. യത്ലൂന എന്ന് പറഞ്ഞാൽ ഖുർആൻ ലഫ്ള് പാരായണം ചെയ്യുന്നതാവാം, അതുപോലെ തന്നെ അത് ഹിഫ്ളാക്കുന്നതാവാം. ഈ തല എന്നുള്ളതിന്റെ ആശയം ഉലമാക്കൾ കുറച്ചുകൂടി ആഴത്തിലേക്ക് ഇത്തിബാ എന്നുള്ള ആശയത്തിലൊക്കെ വിശദീകരിച്ച് കാണാം. ഖുർആനെ പിൻപറ്റലാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. എന്നിരുന്നാലും ഖുർആനിന്റെ പാരായണവും അതിന്റെ ഹിഫ്ളും അതുപോലെ തന്നെ ബാഹിറായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഹിഫ്ളിന്റെ ഹൽക്കുകൾ, ഇതെല്ലാം നടക്കുന്ന അവസ്ഥയിൽ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകളും അവരിടയിൽ അതിനെക്കുറിച്ചുള്ള പഠനം അഥവാ അതിന്റെ തഫ്സീർ, ഖുർആനിന്റെ ആയത്തുകൾ, ആശയം, അതിന്റെ പിന്നെ അതെന്താണ്, അതുകൊണ്ടുള്ള ഉദ്ദേശം, അതിന്റെ സബബുൻ നുസൂൽ, അത് ഇറങ്ങാനുള്ള കാരണം എന്താണ്, അതുകൊണ്ട് ലഭിക്കുന്ന അഹ്കാമുകൾ എന്തൊക്കെയാണ്, ഇതുപോലെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള പഠനങ്ങൾ അങ്ങനെ പഠിക്കുന്നില്ല. ഇല്ലാ നസലത് അലൈഹിമുസ് സക്കീന, അവരിലേക്ക് സക്കീനത്ത് ഇറങ്ങാതെ. സക്കീനത്ത് എന്ന് പറഞ്ഞാൽ ഒരുത്തന്റെ ഖൽബിനുണ്ടാകുന്ന വളരെയധികം ശാന്തമായ, മറ്റുള്ള വസ്വാസുകളിൽ നിന്നും മറ്റുള്ള ചിന്തകളിൽ നിന്നും ഒഴിവാകുന്ന, നമുക്ക് പല ചിന്തകൾ ഉണ്ടാവും, നമ്മൾ ആരോടും പറയാത്ത, നമ്മൾ പറയാൻ മടിക്കുന്ന, അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ ഖൽബിൽ ഉണ്ടാവും ചിന്തകൾ ഉണ്ടാവും, വസ്വാസുകൾ ഉണ്ടാവും. അതിനെ മാറ്റാനുള്ള ഒരു വഴി എന്താണ്? അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ ഇരുന്നു കൊണ്ട് അവന്റെ കിതാബ് പാരായണം ചെയ്യുക, അവന്റെ കിതാബ് പഠിക്കുക, അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കുക. അള്ളാഹു തആലയുടെ വാഗ്ദാനമാണ് അവിടെ സക്കീനത്ത് ഇറങ്ങും, ഖൽബിനിറങ്ങുന്ന സമാധാനം. അത് മസ്ജിദുകളിൽ മാത്രമേ കിട്ടുള്ളൂ. വേറെ എവിടെയെങ്കിലും പോയിരുന്നിട്ട് ഇത് പഠിക്കലോ ചർച്ച ചെയ്യലോ അല്ല, മസ്ജിദുകളിൽ ചെയ്യുമ്പോഴാണ് ഈ തുമനീനത്ത് അല്ലെങ്കിൽ ഈ സക്കീനത്ത് ലഭിക്കുന്നത്. അതുപോലെ വഗശിയത്തുമുർ റഹ്മ, അവരുടെ റഹ്മത്ത് അവരെ മൂടും, റഹ്മത്ത് അവരുടെ ചുറ്റിപ്പൊതിയും. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് റഹ്മത്ത് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലുതായിട്ട് എന്താണുള്ളത്? സത്യത്തിൽ നമ്മളിങ്ങനെ ദീന് പഠിക്കാൻ ഒരു ദിവസം ഒരു ദർസിൽ ഇങ്ങനെ ഇരിക്കുമ്പോ അല്ലെങ്കിൽ മസ്ജിദിൽ ഇങ്ങനെ ഇരിക്കുമ്പോ നമുക്ക് ലഭിക്കുന്ന മഹത്വവും സ്ഥാനവും അത്ര വലുതാണ്. അതാണ് പറയുന്നത്, നമുക്ക് ചുറ്റും റഹ്മത്ത് പൊതിയാണ്. നമ്മുടെ എന്ത് തിരക്കൊഴിവാക്കിയിട്ടും അള്ളാഹുവിന്റെ ദീന് പഠിക്കുന്ന സദസ്സുകളിലേക്ക്, മസ്ജിദുകളിലേക്ക് നമ്മൾ പങ്കെടുക്കണം. ദുനിയാവിന്റെ എന്ത് തിരക്കുകളുണ്ടെങ്കിലും ഒരു ദിവസത്തിൽ, ആഴ്ചയിൽ 2-3 മണിക്കൂറുകൾ നാം അതിൽ എന്ത് ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും പങ്കെടുക്കണം. ഇത്ര വലിയ ശ്രേഷ്ഠതകളാണ് ലഭിക്കുന്നത്. അതുപോലെ വഹഫത്ഹുമുൽ മലായിക, മലായികത്തുകൾ അവരോടൊപ്പം സന്നിഹിതരാവും, അവരെ ചിറക് താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. സഹോദരങ്ങളെ, മലക്കുകളെ പറ്റി നാം മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കി. അവരുടെ മഹത്വം, അവരുടെ ശക്തി, അവരുടെ പ്രാധാന്യം, അള്ളാഹുവിന്റെ അടുക്കൽ അവർക്കുള്ള സ്ഥാനം. ആ മലക്കുകൾ നമ്മോടൊപ്പം ആ സദസ്സിൽ പങ്കെടുക്കുന്ന, ഒരുമിച്ചിരിക്കുന്ന ആ അവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്കും. ഇതിനേക്കാൾ എല്ലാം വലുത്, ഈ പറഞ്ഞതിനേക്കാളെല്ലാം വലുതായിട്ടുള്ള ഒരു കാര്യം വദക്കറഹുമുല്ലാഹു ഫീ മൻ ഇൻദഹു, അള്ളാഹുവിന്റെ അടുക്കലുള്ള മുഖർരിബീങ്ങളായിട്ടുള്ള മലക്കുകളുണ്ട്. നമ്മൾ പറഞ്ഞു, അള്ളാഹുവിന്റെ അടുക്കലുള്ള മലക്കുകൾ, മലഉൽ അല, അവരെ വെച്ച് ഈ ഒരുമിച്ച് കൂടുന്ന ആളുകളെ പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കും. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ചാൽ മതി. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അറിഞ്ഞവൻ, മനസ്സിലാക്കിയവൻ, അവന് ഇതിനേക്കാൾ വലിയ സന്തോഷം എന്താ ഉള്ളത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നമ്മെ പറ്റി പരാമർശിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ, നമ്മെ പറ്റി പറയുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കിയത് മാത്രമേ അതിന്റെ മഹത്വം ബോധ്യപ്പെടുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല മുമ്പ് പറയാറുണ്ട്, അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ അറിഞ്ഞ ഒരുത്തൻ അള്ളാഹുവിനെ സ്നേഹിച്ചിരിക്കും, അള്ളാഹുവിനോടുള്ള ഇഷ്ടം അവന്റെ ഖൽബിൽ നിറഞ്ഞിരിക്കും. ആ ഇഷ്ടം നേടാനുള്ള അനുസൃതമായിട്ടുള്ള കർമ്മങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരാൾ ദുനിയാവിനെ കുറിച്ചുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയാലോ, ദുനിയാവിനെയും അതിന്റെ ആളുകളെ മനസ്സിലാക്കിയാലോ, അതിന്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടാലോ അവന് ദുനിയാവിനോട് വിരക്തിയായിരിക്കും. ദുനിയാവിനോട് ആഗ്രഹം തോന്നുക പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ദുനിയാവ് എന്താണോ അവന് മനസ്സിലായിട്ടില്ല, ദുനിയാവിന്റെ യാഥാർത്ഥ്യം അവന് ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പറ്റി പരാമർശിക്കും, വമൻ ബത്തഅ ബിഹി അമലുഹു ലം യുസ്രിഅ ബിഹി നസബുഹു. ഒരുത്തൻ സൽക്കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുവിലേക്ക് മെല്ലെയാണ് എങ്കിൽ, അള്ളാഹുവിലേക്ക് അടുക്കുന്നത് പതുക്കെയാണ് എങ്കിൽ, മറ്റൊരു മഹിമയും, മറ്റൊരു കുടുംബ മഹിമയോ മറ്റൊരു സ്ഥാനമോ അള്ളാഹുവിലേക്ക് അവനെ ധൃതിപ്പെടുത്തുന്ന, അടുപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കറിയാം. അബൂ ലഹബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത കുടുംബമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അമ്മ. പക്ഷെ എന്ത് കാര്യമുണ്ടോ? ഇല്ല. നരകാവകാശിയാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യമാണ്. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത്,
ഇവിടെ ഈ നമ്മുടെ ബാബിൽ ഉള്ള ചർച്ച മലക്കുകൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ, അള്ളാഹുവിന്റെ കിതാബും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസും പാരായണം ചെയ്യുന്ന പഠിക്കുന്ന സദസ്സുകളിൽ അവരുണ്ടാകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അടുത്തൊരു ഹദീസ്, ഈ ബാബിലെ അവസാനത്തെ ഹദീസ് ഷെയ്ഖ് കൊടുക്കുകയാണ്. വഫിൽ മുസ്നദ് വസുനനി ഹദീസ് ഇന്നൽ മലായികത ലതളഉ അജ്നിഹതഹാ ലിതാലിബിൽ ഇൽമി റിളൻ ബിമാ യസ്നഉ. ഇന്നൽ മലായിക, തീർച്ചയായിട്ടും മലക്കുകൾ ലതളഉ അജ്നിഹതഹാ, അവരുടെ ചിറകുകൾ താഴ്ത്തും, ലിതാലിബിൽ ഇൽമ് തേടുന്നവന് വേണ്ടി, റിളൻ ബിമാ യസ്നഉ, അവൻ ചെയ്യുന്നതിനോടുള്ള തൃപ്തി കാരണത്താൽ, അവൻ ചെയ്യുന്ന ആ പ്രവൃത്തിയോടുള്ള തൃപ്തി കാരണത്താൽ മലക്കുകൾ അവന് മുമ്പിൽ ചിറകുകൾ താഴ്ത്തുന്ന അവസ്ഥയുണ്ടാകും. സഹോദരങ്ങളെ, ഇൽമു നേടുന്നവരോട് നാം ചിന്തിക്കണം. അള്ളാഹുവിന്റെ മഹത്തരമായ സൃഷ്ടികളാണ് മലക്കുകൾ, അള്ളാഹുവിന്റെ ഉന്നതരായ സൃഷ്ടികളാണ് മലക്കുകൾ. അത്രയും ഉന്നതരായ മലക്കുകൾ അവരുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൽമു നേടുന്നവരുടെ ഫൗലാണ്. ഇൽമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക. ദീനിന്റെ ഏതൊരു വിഷയം പഠിച്ചാലും അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക. അവന്റെ ദീനിനെ ഇവിടെ നിലനിർത്തുകയാണ്. അവന്റെ ദീനിനെ ഇവിടെ ഉയർത്തുന്നത് ഉലമാക്കളാണ്, ഇൽമുള്ളവരാണ്. ഇൽമില്ലെങ്കിൽ ആളുകളുടെ അവസ്ഥ എന്താവും? എല്ലാവരും ജാഹിലീങ്ങളായിട്ട് മാറും. ആളുകൾക്ക് അള്ളാഹിനെ കുറിച്ചോ പരലോകത്തിനെ കുറിച്ചോ ഓർമ്മിപ്പിക്കാൻ ആളില്ലാതെയാവും. ഒരു കാര്യം വന്നാൽ അതിൽ ഹക്ക് ഇതാണ്, ബാത്തിൽ ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ ആളില്ലാതെയാവും. അങ്ങനെ അതിനുവേണ്ടി ഇൽമു നേടുന്ന ആളുകളുടെ മുമ്പിൽ ഇത്രയും മഹത്തരമായ ഈ സൃഷ്ടികൾ ചിറക് താഴ്ത്തി കൊടുക്കുന്ന, അവരോടുള്ള തൃപ്തി കാരണത്താൽ, അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ മഹത്വം കാരണത്താൽ താഴ്ത്തി കൊടുക്കും മലക്കുകൾ. അപ്പൊ ഇൽമു നേടുന്നതിന്റെ ഫضില് മനസ്സിലാക്കാം. മലക്കുകൾ ഇത്രയും താഴണമെങ്കിൽ എന്ത് വലിയ ശ്രേഷ്ഠതയാണെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് നമ്മൾ ദീന് പഠിക്കാൻ, ഇൽമു നേടാൻ അതിയായ താല്പര്യം കാണിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ നാം കൂടുതൽ സമയം കണ്ടെത്തണം. എന്നൊരു ശൈഖ് ഈ ബാബ് അവസാനിപ്പിക്കുകയാണ്. വൽഹദീസു ഫീ ദിക്രിഹിം അലൈഹിമുസ്സലാം കസീറത്തുൻ ജിദ്ദൻ. ഈ മലക്കുകളെ കുറിച്ചുള്ള ചർച്ചയുടെ അല്ലെങ്കിൽ ഇതിനെ പരാമർശിക്കുന്ന ഹദീസുകൾ ഒരുപാട് ഉണ്ട് എന്ന് ഇവിടെ പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് മലക്കുകളെ കുറിച്ചുള്ള ബാബ്. സഹോദരങ്ങളെ, ഈ ഹദീസുകളെല്ലാം നാം മനസ്സിലാക്കണം. ഇതോടൊപ്പം ഇതിന്റെ ശറഹുകളിൽ കാണുന്ന മലക്കുകളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, മുശ്രിക്കീങ്ങൾ, അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ, അല്ലെങ്കിൽ ഇന്ന് കാലത്ത് മുശ്രിക്കീങ്ങൾ, അവര് മലക്കുകളിൽ ഉണ്ടായിരുന്ന വിശ്വാസവും ചില പിഴച്ച വിശ്വാസങ്ങളും. മുശ്രിക്കുകളുടെ കാര്യം പറയുന്നതിന് മുമ്പ് മുസ്ലിമീങ്ങളാണെന്ന് പറയുന്ന ആളുകൾ, എന്നാൽ ഫൽസഫയുടെയും ഇൽമുൽ കലാമിന്റെയും ആളുകൾ, മുഅ്തസില പോലെ, അതുപോലെ ഒരുപാട് പഴച്ച വിഭാഗക്കാർ, അവരിൽ ചിലർ വാദിക്കുന്നത് മലക്കുകൾ എന്ന് പറഞ്ഞാൽ ഒരു തോന്നൽ മാത്രമാണ്, അങ്ങനെ ഒരു സൃഷ്ടിയില്ല എന്നാണ്. അങ്ങനെ ഒരു സൃഷ്ടിയില്ല. അതുപോലെ പിശാച്, ശൈത്താൻ, ജിന്ന്, അതും ഒരു തോന്നൽ മാത്രമാണ്. നല്ല തോന്നലുകൾ മലക്കുകളും ചീത്ത തോന്നലുകൾ പിശാചുക്കളുമാണ് എന്നുള്ള നിലക്ക് ആ വിശ്വാസം തെറ്റാണ്. നാം അതിലുള്ള തെളിവുകൾ പറഞ്ഞതുമാണ്. അതുപോലെ തന്നെ അറബികളിലെ മുശ്രിക്കീങ്ങൾ അവർ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, മലായിക്കത്തുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ജിന്നിൽ നിന്നൊരു ഇണയെ സ്വീകരിച്ചിട്ടുണ്ട്, അതിലുണ്ടായ പെൺമക്കളാണ് മലായിക്കത്തുകൾ എന്ന് നഊദു ബില്ലാഹ് അവര് വാദിച്ചിരുന്നു. അള്ളാഹു തആല പറഞ്ഞു, വജഅലൂ ബൈനഹു വ ബൈനൽ ജിന്നതി നസബ. അവർ അള്ളാഹുവിനെയും ജിന്നിന്റെയും ഇടയ്ക്ക് ഒരു ബന്ധം ഉണ്ടാക്കി. അതുപോലെ തന്നെ വജഅലുൽ മലായികത അല്ലദീന ഹും ഇബാദുർ റഹ്മാൻ ഇനാസ. അവർ പറഞ്ഞു പിന്നെ മലായിക്കത്തുകൾ സ്ത്രീകളാണ്. അതുപോലെ തന്നെ മറ്റ് ചില ആയത്തുകൾ കാണാം, അഫസ്ഫാകും റബ്ബുകും ബിൽ ബനീൻ വത്തഖദ മിനൽ മലായികതി ഇനാസ. അവർ പറയുന്നു അവർ ആൺകുട്ടികളെ തെരഞ്ഞെടുക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളാണ്, മലക്കുകൾ അവര് പെൺമക്കളാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ പിന്നെ മലയാളത്തിൽ നമ്മൾ പരാമർശിക്കുമ്പോൾ തന്നെ മലക്കുകളെ ചില ആളുകൾ, മുസ്ലിമീങ്ങൾ തന്നെ മാലാകമാർ എന്ന് പറയുന്നത് കാണാം. തെറ്റാണ്, ഉപയോഗിക്കാൻ പാടില്ല പ്രയോഗം. മാലാക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മുഅന്നസായ രീതിയിലാണ്. ആ രീതിയിൽ മലയാളത്തിൽ മലക്ക് എന്നുള്ളതിന് പറയരുത്, മലക്ക് എന്ന് തന്നെ നമ്മൾ പറയണം. മാലാക എന്നുള്ള പരാമർശം തെറ്റാണ്. അതുപോലെ നസാറാക്കൾ മലക്കുകളെ പെണ്ണായിട്ട് അവതരിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അതെല്ലാം തെറ്റായ ചില വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നതാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളായിട്ട്
മലക്കുകളെ അവർ കണ്ടിരുന്നു എന്ന് കാണാം. അതുപോലെ തന്നെ മലായിക്കത്തുകളെ ഇബാദത്ത് ചെയ്തിരുന്നവർ, നേരിട്ട് മലക്കുകളെ ഇബാദത്ത് ചെയ്തിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നാളെ പരലോകത്ത് മലായിക്കത്തുകളെ കൊണ്ടുവരും, എന്നിട്ട് മലായിക്കത്തുകളെ ഇബാദത്ത് ചെയ്യുന്നവരെ കൊണ്ടുവരും, എന്നിട്ട് വിചാരണ ചെയ്യും. അല്ലാഹു തആല പറഞ്ഞു, വയൗമ യഹ്ശുറുഹും ജമീഅ, ഇവരെല്ലാവരും ഒരുമിച്ച് കൂട്ടും. ثم يقول للملائكة أهؤلاء إياكم كانوا يعبدون, മലായിക്കത്തുകൾ ചോദിക്കും, ഇവർ നിങ്ങളെയാണോ ഇബാദത്ത് ചെയ്തിരുന്നത്, മലായിക്കകൾ പറയും, ഖാലു സുബ്ഹാനക്, അവർ പറയും സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധനാണ്. അൻത വലിയുനാ മിൻ ദൂനിഹിം, നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി, അവരല്ല. ബൽ കാനൂ യഅ്ബുദൂനൽ ജിന്ന അക്സറുഹും ബിഹി മുഅ്മിനൂൻ, അവര് ഇബാദത്ത് ചെയ്തിരുന്നത് ജിന്നുകളെയാണ്, പിശാചുക്കളെയാണ്, അവര് അതിൽ വിശ്വസിച്ചിരുന്നവരാണ്. അഥവാ പിശാചുക്കൾ മലക്കുകളാണ് എന്നുള്ള നിലക്ക് മുശ്രിക്കുകളുടെ അടുത്ത് വരും. എന്നിട്ട് അവര് ഈ പിശാചുക്കളെ ഇബാദത്ത് ചെയ്യും. ഇവര് വിചാരിക്കുക ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന മലക്കുകളെയാണ് എന്നുള്ള നിലക്കാണ്. അങ്ങനെ മുശ്രിക്കുകൾ ഇബാദത്ത് ചെയ്തിരുന്നു. ഇതെല്ലാം മലക്കുകളുടെ വിഷയത്തിൽ തെറ്റായിട്ടുള്ള വിശ്വാസങ്ങളും തെറ്റായിട്ടുള്ള ചിന്തകളും ഉണ്ടായിരുന്നതാണ്. അപ്പൊ നാം പറഞ്ഞു, മലക്കുകൾ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടികളാണ്. അതൊരു തോന്നലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രൂപമുള്ളതല്ല. അവരുടെ രൂപങ്ങളിൽ നമ്മൾ ചിറകുകളുണ്ട് എന്ന് പറഞ്ഞു, അല്ലാഹു തആല പറക്കുന്ന ആകാശത്തിലേക്ക് പറക്കുന്ന രീതിയിലാണെന്ന് പറഞ്ഞു, അവരെ വസ്ത്രവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, അവരുടെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് പറഞ്ഞു, അവരെ ഏൽപ്പിക്കപ്പെട്ട ജോലികൾ പറഞ്ഞു. മലക്കുകളുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസത്തിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് ഈ ബാബിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ബാബ് ബാബുൽ വസിയ്യത്തി ബി കിതാബില്ലാഹി അസ്സ വജൽ, അല്ലാഹുവിന്റെ കിതാബുമായി ബന്ധപ്പെട്ട വസിയ്യത്തുകൾ അഥവാ ഖുർആൻ. ഇതില് ഈമാൻ കാര്യങ്ങള് ഈ കിതാബില് എല്ലാ കിതാബുകളെയും കുറിച്ചിട്ട് ചർച്ചയില്ല, ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ ബാബിലുള്ള ഹദീസുകൾ അടുത്ത ദിവസത്തിൽ നമുക്ക് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.